നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധി ചൂടേറിയ ചർച്ചയായി തുടരുന്നു. അന്ധവിശ്വാസത്തിൻ്റെയും അനാചാരത്തിൻ്റെയും അല്പം വർഗീയതയുടെയും നിറം പിടിപ്പിച്ച ത്രില്ലിംഗ് മൂഡിൽ കഥ പോയിക്കൊണ്ടേയിരിക്കുന്നു. എന്നാൽ അങ്ങ് മറ്റൊരു വശത്ത് വേറിട്ടൊരു കഥയുടെ തുടക്കം കുറിക്കുകയായിരുന്നു. സുന്ദരനായ സബ് കളക്ടർ ആൽഫ്രഡും ഒരു പറ്റം ആരാധികമാരും. മീഡിയയോട് വിഷയത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ചും ക്രമസമാധാനത്തെക്കുറിച്ചും മറുപടി പറയുന്ന സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ കളക്ടറെ 2 ദിവസമായി നമ്മൾ കാണുന്നു. എന്നാൽ കേരളത്തിലെ പെൺകുട്ടികളുടെ ഹൃദയം കവർന്നിരിക്കുകയാണ് തിരുവനന്തപുരം സബ് കളക്ടർ ആൽഫ്രഡ് OV. നിരവധി ഇൻസ്റ്റഗ്രാം റീലുകൾ, ട്രോളുകൾ, എന്തിന് മുഖ്യധാര ചാനലുകൾ പോലും കളക്ടറെക്കുറിച്ച് സംസാരിക്കുന്നു. അങ്ങനെ സമാധിക്കൊപ്പം കളക്ടറും വൈറലായിരിക്കുന്നു. കളക്ടർ കല്യാണം കഴിച്ചതാണോ? ഇൻസ്റ്റ ID അറിയുമോ? കളക്ടറെ ചർച്ചയ്ക്ക് കൊണ്ടുവരാൻ കഴിയുമോ? കളക്ടർ ഈ വിഷയത്തെക്കുറിച്ച് ഇനിയും സംസാരിക്കേണ്ടതായിട്ടുണ്ട് തുടങ്ങി പെൺകുട്ടികളുടെ രസകരമായ കമൻറ്റുകളാണ് സോഷ്യൽ മീഡിയയിൽ വാർത്തയായി വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വിഷയത്തിൽ നിന്നും തെന്നിമാറുന്നു പെൺകുട്ടികളെ എന്ന് മറുകമൻറ്റുമായി ഒരു കൂട്ടം ആൺകുട്ടികൾ എതിർവശത്തുമുണ്ട്. സത്യത്തിൽ ആരാണ് ഈ ചുള്ളൻ കളക്ടർ? അതെ, നിശ്ചയദാർഢ്യത്തിൻ്റെയും ഇച്ഛാശക്തിയുടെയും കഠിനാധ്വാനത്തിൻ്റെയും മുഖം. കണ്ണൂർ ജില്ലയിൽ ചെറുപുഴ പാടിയോടിച്ചാല് ഓലപ്പനയിൽ OJ വിൻസെൻറ്റിൻ്റെയും ത്രേസ്യാമ്മ ദമ്പതികളുടെയും മകനാണ് ആൽഫ്രഡ്. ചെറുപുഴ സെൻറ് ജോസഫ് ഹൈസ്കൂൾ, സെൻറ് മേരീസ്, തോമാപുരം സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം. അതിനുശേഷം പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നും തന്നെ ഇല്ലാതിരുന്ന ആൽഫ്രഡ് സയൻസ് ഗ്രൂപ്പ് എടുത്ത് +2 ചേർന്നു. ശേഷം BCAയ്ക്കും. അതിനായി ബാംഗ്ലൂർ ക്രിസ്റ്റ് കോളേജിലേക്ക് യാത്രയായി. ഇവിടെ പഠിക്കുമ്പോഴാണ് സിവിൽ സർവീസ് എന്ന മോഹം ആൽഫ്രഡിൽ പൊട്ടിമുളയ്ക്കുന്നത്. എന്നാൽ സിവിൽ സർവീസ് ഒരു വലിയ കടമ്പയാണ്, ഒരു വലിയ പരീക്ഷണവുമാണ്. അതുകൊണ്ട് പ്രൊഫഷണൽ കരിയർ ബാക്കപ്പ് ഉണ്ടാക്കിയതിനു ശേഷം സിവിൽ സർവീസ് എന്ന സ്വപ്നത്തിലേക്ക് എത്തണം. ഇത് ഉറച്ച തീരുമാനമായിരുന്നു ആൽഫ്രഡിൻ്റെ. അതിനുശേഷം ഒരു കമ്പനിയിൽ IT പ്രൊഫഷണലായി ജോലി ചെയ്തു. ഡൽഹിയിലായിരുന്നു പ്ലേസ്മെൻറ്റ്. പ്ലേസ്ഡായ 1 വർഷത്തെ കരിയർ ബാക്കപ്പ് ഉണ്ടാക്കിയതിനു ശേഷം ജോലി വിട്ടു. പിന്നീട് സിവിൽ സർവീസ് ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങി. പക്ഷേ കോച്ചിങ്ങിൻ്റെ എക്സ്പെൻസ് വളരെ വലുതാണ്. ഇതിനെക്കുറിച്ച് ആൽഫ്രഡ് മുൻപ് പറയുന്നുമുണ്ട്. പിന്നീട് തിരുവനന്തപുരം ഒരു സിവിൽ സർവീസ് അക്കാദമിയിൽ ചേർന്ന് തൻ്റെ ലക്ഷ്യത്തിനായി പഠനം ആരംഭിക്കുന്നു. ആദ്യത്തെ ചുവട് പിഴച്ചു. പ്രിലിംസ് പാസ്സായി, പക്ഷേ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടില്ല. 2ാം ശ്രമത്തിൽ 310ാം റാങ്കോട് കൂടി ഇന്ത്യൻ പോസ്റ്റ് സർവീസിൽ നിയമനം ലഭിച്ചു. ഗാസിയാബാദിൽ പോസ്റ്റൽ അക്കാദമിയിൽ പഠിക്കുന്ന സമയത്താണ് 3ാമത് സിവിൽ സർവീസ് ശ്രമം പിന്നീട് നടത്തുന്നത്. ഇതായിരുന്നു തൻ്റെ നിർണായകമായ ആ ശ്രമം. ആ ശ്രമത്തിൽ 57ാം റാങ്കോട് കൂടി IAS നേടി. ട്രെയിനിങ് പൂർത്തിയാക്കി തിരുവനന്തപുരം സബ് കളക്ടറായി അദ്ദേഹം ജോലിയിൽ. ഇപ്പോൾ സോഷ്യൽ മീഡിയ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഹീറോ പരിവേഷമായി ആൽഫ്രഡ് എന്ന ചുള്ളൻ കളക്ടർ. എത്രയൊക്കെ ആയിരുന്നാലും വാർത്തകളിൽ നിറയുന്ന ഇദ്ദേഹത്തെ പോലെ ഇച്ഛാശക്തിയുള്ള കളക്ടർമാർ സിവിൽ സർവീസ് മോഹവുമായി എത്തുന്ന ഓരോ ഉദ്യോഗാർത്ഥികൾക്കും ആവേശമാണ് എന്നുള്ളതിൽ സംശയമില്ല. സമൂഹത്തിനായി ഇനിയും നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ ഇദ്ദേഹത്തിന് സാധിക്കട്ടെ. ശുഭദിനം. താങ്ക് യു.